നമ്മളോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി, അയാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പറഞ്ഞ വാക്കുകൾ വേറെ ആണെങ്കിലും ഇത് പറഞ്ഞൊരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു ആൻഡ് രാധിക. പെൻഗ്വിനല്ലേ നമ്മുടെ ക്ലാസ്മേറ്റ്സിലെ ദി സെയിം പെൻഗ്വിൻ. രാധിക, ആദ്യമായിട്ട് രാധിക ഇഷ്ടമെന്ന് പറഞ്ഞ ആ വ്യക്തി കോൺ? ഓർമ്മയില്ല എന്ന് പറയാൻ പറ്റില്ല, ഓർമ്മയുണ്ട്, പക്ഷെ എങ്കിലും ഫേസ് ഒന്നും അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. ശരി, മുഖം മറന്നു എന്ന് ഞാനങ്ങ് വിശ്വസിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ മറക്കത്തില്ല. രാധികയ്ക്ക് വേണ്ടി ക്രേസി ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ശോ, ഒന്നും ചെയ്തിട്ടില്ലേ? രാധിക എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരാളൊരു ക്രേസി ആയിട്ടൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന്? രാധികയുടെ അടുത്ത് മുട്ടിലൊക്കെ നിന്നൊരു ബൊക്കെയായിട്ട് ഐ ലവ് യു രാധിക എന്നൊക്കെ പറയണമെന്ന്? ഇല്ല, അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല. വേണ്ട, ഇനി ഇതിന്റെ മറുപടി രാധിക പറയണ്ട. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞോണ്ട് ലവ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് രാധിക ആർ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺ ഫോർ ഇറ്റ് ആൻഡ് കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു കേരളാസ് നമ്പർ 1 FM, Love FM. This is Love Bites with Reenu and Radhika. രാധിക നേരത്തെ ജിഷ്ണു ലവ് ബൈറ്റ്സിൽ വന്നപ്പോൾ പറഞ്ഞു, തുറന്നു പറയാതെ മനസ്സിനുള്ളിൽ വെക്കുന്ന പ്രണയം അതിനൊരു പ്രത്യേകതയുണ്ട്, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. ആ ഒരു കോൺസെപ്റ്റിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്, സീരിയസ്ലി. നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ലവ് ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ ഈ ഫ്രണ്ട്സിനെയൊക്കെ സഹായിക്കാനായിട്ടൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? കൂട്ടുകാരികളെ സഹായിക്കാൻ ലവ് ലെറ്റേഴ്സ് ഇല്ല, എഴുതിയിട്ടില്ല. പിന്നെ ഈ എന്താ പറയുക, ചില ഫണ്ണി ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അത് ലവ് ലെറ്റർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ എഴുതാൻ കൂടിയിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടില്ല. സോ ടെൽ മീ, എങ്ങനെയുള്ള ലെറ്റർ അത്? സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. കോളേജ് ടൈമിൽ എൻ്റെ സെയിം കോളേജിലായിരുന്നു എൻ്റെ കസിൻ. അപ്പം പുള്ളിക്കാരി ചുമ്മാ വെറുതെ പിന്നെ ഒരു ചെക്കനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലവ് ലെറ്റർ, അത് ലവ് ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല, വെറുതെ ഒരു കോമഡി വേർഡ്സ് അല്ലെങ്കിൽ കുറേ കോമഡികൾ നിരത്തി വെച്ചിട്ടൊരു പാട്ട് പോലൊരു സംഭവം എഴുതി. അതിന് കൂടെ ഇരുന്നിട്ടുണ്ട് ചില എഡിറ്റിങ്ങിലൊക്കെ. അപ്പൊ ഒരു ജീവിതം തകർക്കാനാണ് കൂടുതൽ താല്പര്യം. എൻ്റെ അമ്മേ, എനിക്ക് വയ്യ. അതെ, കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ? ലവ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ രാധിക. രാധികയെ, താങ്കളോ പ്രണയിച്ചില്ല, പക്ഷെ എന്തെങ്കിലും ഒരു പ്രണയത്തിന് സഹായിയായിട്ട് ഒരു ഹംസമായിട്ട് നിന്നിട്ടുണ്ടോ? യാ, ഓഫ് കോഴ്സ്. എൻ്റെ ഫ്രണ്ട്, ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് പ്രേമിച്ച് വിവാഹം കഴിച്ചൊരു കുട്ടിയാണ്. മൈ സോൾമേറ്റ് എന്ന് തന്നെ പറയാം. പുള്ളിക്കാരി സ്കൂളിംഗ് മുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളെയാണ് കഴിഞ്ഞ വർഷം കല്യാണം കഴിച്ചത്. മൃദുല എന്നാണ് പേര്. അങ്ങനെ ഒരു പ്രണയത്തിന് കൂട്ടി നിന്നത് സക്സസ്ഫുൾ ആക്കി. രാധിക, ബ്രിജിത്ത് ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് രാധിക എന്തുകൊണ്ടാ പ്രണയിക്കാത്തെന്ന്. നമുക്ക് വഴിയെ അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ. പിന്നെ സോനു ഐ ലവ് യു നിഷ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്മൃതി അയച്ചിരിക്കുന്നു ഐ ലവ് യു വേണു. പിന്നെ ഉണ്ണി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു ഐ ലവ് യു ആർദ്ര. ഇനി ഇങ്ങനെ മെസ്സേജ് അയച്ചോളൂ 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് ടൺ കണക്കിന് റൊമാൻസ്. ക്ലാസ്മേറ്റ്സിലെ റസിയ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ ഇപ്പോൾ ആ റസിയാണ്. റസിയ, ആ ഒരു ക്യാരക്ടർ മലയാളികൾക്ക് അടുത്തൊന്നും മറക്കാൻ കഴിയത്തില്ല. അതെ. ആ രാധികയിലും റസിയയിലും ഒരുപോലെയുള്ള കാര്യങ്ങൾ എന്താ? റസിയ ഒരിക്കലും രാധിക അല്ല. റസിയ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. പ്രണയം ആരും അറിയാതെ കൊണ്ട് നടന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കില്ല. അതായത് എൻ്റെ പ്രണയം ഞാൻ ഒളിപ്പിച്ച് വെക്കത്തില്ല. എൻ്റെ പ്രണയം ഉറപ്പായിട്ടും, അത് സീരിയസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ അറിയും. പിന്നെ ഞാൻ ഒരിക്കലും അത്രയും സൈലന്റ് അല്ല. വയലന്റ് ആണോ? വയലന്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇൻ ബിറ്റ്വീൻ ആണ്. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഭയങ്കര അടിച്ചുപൊളിയാണ്, പക്ഷെ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. അങ്ങനെ മിഡിലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. ക്ലാസ്മേറ്റ്സിലെ പ്രണയം എന്ന് പറയുമ്പോൾ ആര് കണ്ടാലും കൊതിക്കുന്ന, അങ്ങനെ വേണമെന്ന് തോന്നുന്ന ഒരു പ്രണയമായിരുന്നു. അങ്ങനൊരു പ്രണയം എനിക്ക് വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രണയത്തിനായിട്ട് അങ്ങനെ ഒരു പ്രണയം
വന്നാൽ ഉറപ്പായിട്ടും. ചുറ്റും എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു പ്രണയം കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അയ്യോ, പ്രതീക്ഷയൊക്കെ കളയല്ലേ. പ്രണയിക്കുന്ന ഒരുപാട് പേര് വിചാരിക്കുന്നത് അവരുടെയൊക്കെ പ്രണയം അങ്ങനെയാന്ന് തന്നെയാ. നമ്മളത് തകർക്കണ്ട കേട്ടോ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഒരു പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം വിട പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.